ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കാരണം കൂടാതെ അനീതി സഹിക്കേണ്ടി വരുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം. ശാന്തമായി ജീവിക്കുന്നവരെ ഒരു കാരണവും കൂടാതെ ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ രസിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ പിടിയിൽ അമർന്നു പോയാൽ നാം ദുരിതപ്പെടാനിടയാകും. ഭവനത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. അവ സഹിച്ച് ക്ഷീണിക്കുമ്പോൾ പ്രതികാരം ചെയ്യുവാൻ നാം ഒരുങ്ങും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. തക്ക വിധത്തിൽ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. പ്രവർത്തിക്കുവാനുള്ള സമയത്തിനായി കാത്തിരിക്കുന്നു എന്നേയുള്ളൂ. അതിനിടയിൽ കടന്നു പ്രവർത്തിക്കുവാൻ നാം ശ്രമിക്കരുത്. ശൗൽ രാജാവിൻ്റെ പിടിയിൽപ്പെട്ട ദാവീദും ആഹാബിൻ്റെ അധികാരത്തിന് കീഴിൽ ജീവിച്ച ഏലിയാവും ഹാമാന്റെ ചതിയിൽ കുരുങ്ങിയ മൊർദെഖായിയും വളരെ മനപ്രയാസം അനുഭവിച്ചു. ഇവരെല്ലാവരുടെയും കാര്യത്തിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിച്ചു. നാബോത്തിനെ ചതിവിൽ കൊലപ്പെടുത്തിയ ഇസബേൽ സ്വന്തം ദാസന്മാരുടെ കൈകളാൽ തന്നെ മാളികയിൽ നിന്ന് താഴെ തള്ളിയിടപ്പെട്ടു. അവളുടെ ജഡം നായ്ക്കൾ തിന്നു. ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റ സഹോദരന്മാർ ചില വർഷങ്ങൾക്ക് ശേഷം ജോസഫിൻ്റെ മുൻപിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുവാനിടയായി. പ്രതികാരത്തിൻ്റെ ദൈവം തക്ക സമയം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും. പ്രതികാരം നമ്മുടെ ചുമതലയല്ല, ദൈവത്തിൻ്റെ അവകാശമാണ്. ഭക്തന്മാരുടെ നേർക്കൊണ്ടാകുന്ന അനീതിയെയും അക്രമത്തെയും അവിടുന്ന് അവഗണിക്കുകയില്ല. ഒരുപക്ഷെ നാം അനീതി സഹിച്ച് മനസ്സ് തകർന്നിരിക്കുകയായിരിക്കാം. പ്രതികാരത്തിനൊരുങ്ങരുത്. കാലം വൈകിയാലും ദൈവം സകലതും നേരെയാക്കും. ദൈവത്തിൻ്റെ പ്രത്യേക അവകാശമാണ് പ്രതികാരം. അതിൽ മനുഷ്യൻ കൈവയ്ക്കരുത്. റോമർ 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.